എന്റെ കയ്യിലില്ലല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞു ഉഖ്ബത്ത് ബിൻ നാഫിഅ്. അതിന്റെ പിന്നാലെയാണ് താരിഖ് ബിൻ സിയാദ് വന്നത്. അവർ പൊളിച്ച് കപ്പലും കൊണ്ട് നീന്തി അസ്ഹാബ് മുഹമ്മദ് കപ്പലാണ്. അതാണ് ജിബ്രാൾട്ടർ. ജിബ്രാൾട്ടർ അറബ് ആത്മാവിന്റെ ഉദാഹരണമാണ്. ജിബ്രാൾട്ടർ എന്നാൽ ജബലു താരിഖാണ്. താരിഖ് ബിൻ സിയാദിന്റെ ഓർമ്മക്ക് വേണ്ടിയുള്ള കടലിടുക്കാണ്. അദ്ദേഹം കപ്പലിറങ്ങിയപ്പോൾ ആദ്യം കണ്ട പർവ്വതത്തിന് പിന്നീട് ജബലു താരിഖ് എന്ന് വിളിച്ചു വന്നു. ആ ജബൽ താരിഖാണ് പിന്നീട് ജിബ്രാൾട്ടർ ആയത്. സ്പെയിനിന്റെ കവാടമാണ് ജിബ്രാൾട്ടർ. ജിബ്രാൾട്ടർ ആത്മവാദിയുടെ പ്രതീകമാണ്. അവിടുന്നാണ് യൂറോപ്പിന് ആത്മാവ് കിട്ടിയത്, ആത്മീയ വിജ്ഞാനം കിട്ടിയത്. ഇവിടെ സാമൂതിരിയുടെ അടുത്തേക്ക് ഇങ്ങോട്ട് കയറുമ്പോ ഇവിടെ കപ്പല് നിർത്തിയിട്ടിട്ട് ആ കിട്ടുന്നത് കട്ടുകൊണ്ടുപോകാൻ വേണ്ടി അയാളുടെ സ്തൂപമാണ് ഇവിടെ കാണുന്നത്. പക്ഷെ ഇവിടെ ആത്മീയ ജ്ഞാനം നിറച്ചു വന്നൊരു ജനത ഉണ്ടായിരുന്നു. ഈ മണ്ണിൽ മരിച്ചുപോയി. അവരിവിടെ നിന്ന് അവര് അങ്ങോട്ട് പോയി മരിച്ചിട്ടില്ല. ഇവിടെ വന്ന് ഈ മണ്ണിൽ കിടന്ന് മരിച്ചു. മാലിക് ബിൻ ദീനാർ അവര് ഒന്നുമില്ല, അവരിവിടെ കിടന്നാ മരിച്ചത്. അവരിവിടുത്തുകാരായി. കൊണ്ടുപോകാൻ ഒന്നുമില്ല, കൊണ്ടുപോവുകയും വേണ്ട. കയ്യിലുള്ളൊക്കെ ഇവിടെ തന്നെ നിസാരമായി ജീവിച്ച് ഇവിടെ തന്നെ മരിച്ചു. വാസ്കോഡി ഗാമയുടെ ഖബർ കേരളത്തിലല്ല. കാരണം വാസ്കോഡി ഗാമ നമ്മളെ കട്ടുകൊണ്ടുപോകാൻ വന്നതായിരുന്നു. നമ്മൾ ചിന്തിക്കണം. വാസ്കോഡി ഗാമയുടെ സ്തൂപം മാത്രമാണ് കേരളത്തിലുള്ളത്. വാസ്കോഡി ഗാമ നമ്മളെ കക്കാൻ വേണ്ടി വന്നു. ഒന്നും വിചാരിക്കരുത് അയാളെയാണ് ഇന്ന് ഏറ്റവും വലിയ സാംസ്കാരിക നായകൻ. ഇതും മറ്റൊരു വസുവാസാണ്. അതൊരു വസുവാസാണ്. നോക്കൂ നിങ്ങൾ, രണ്ടാള് വിദേശികൾ വൈദേശികാധിപത്യം എങ്ങനെ പറയാ, വാസ്കോഡി ഗാമയെ വേണമെങ്കിൽ പറയാ, അയാളെ ഫിലോസഫിയെ പറ്റി പറയാ. ഇത് ഈ മണ്ണിൽ ലയിച്ചതാണ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തുൻ ഉഖ്റാ. മാലിക് ബിൻ ദീനാർ, ഹബീബ് ബിൻ ദീനാർ ഇവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ അതിഞ്ഞാലുണ്ട് ഉമർ സമർഖന്ദി എന്നൊരു മനുഷ്യൻ. ഞാൻ ആ വഴിക്കൊക്കെ വരുമ്പോ അങ്ങനെ അത്ഭുതപ്പെടാറുണ്ട്. എവിടുന്നാണ് ഈ സമർഖന്ദ് എന്നൊരു മനുഷ്യൻ വരിക? എന്ന് പറഞ്ഞ സമർഖന്ദ്, സമർഖന്ദിൽ നിന്ന് വരികയാണ് ബഹുമാനപ്പെട്ട ഉമർ സമർഖന്ദി റളിയല്ലാഹു ഉറക്കെ പറ വന്നു പോയതല്ല, ഇവിടെ കിടന്ന് മരിച്ചു. അതിഞ്ഞാലിൽ കാസർകോട്ടിനിപ്പുറം കാഞ്ഞങ്ങാടിനപ്പുറം മരിച്ചു കിടക്കുന്നുണ്ട് ഉമർ സമർഖന്ദി. അപ്പുറത്തുണ്ട് പെരിങ്ങത്തൂരിൽ ഒരാൾ, നീണ്ടു കിടക്കുന്നുണ്ട് ഒരാൾ പെരിങ്ങത്തൂര് അലിഗുൽ കുഫി. വന്നിട്ട് കട്ടുകൊണ്ടുപോയതല്ല, ഈ മണ്ണിൽ ലയിച്ചത്. അവർക്കൊന്നും കൊണ്ടുപോകാൻ വന്നതല്ല. ഹൃത്തടത്തിൽ നിറച്ച് ഇവിടെ വിതരണം ചെയ്യാൻ വന്നവരായിരുന്നു അവർ. അസ്ഹാബ് മുഹമ്മദ് മെറ്റീരിയലിസത്തിന്റെ ഉത്ഥാനത വന്നിട്ടുള്ളത്. അറബ് നാഗരികത തകർന്നു പോയി. അറബ് നാഗരികത കട്ടുകൊണ്ടുപോകാൻ വേണ്ടി വന്നതായിരുന്നില്ല. ഒന്നവർക്ക് ലക്ഷ്യമില്ല. അറബ് നാഗരികത ലോകത്ത് വന്നത് വിജ്ഞാനത്തിന്റെ വെളിച്ചം ലോകത്തെത്തിക്കാൻ വേണ്ടി. ഒന്നും കട്ടുകൊണ്ടില്ല, ഒന്നുമില്ല. എല്ലാരും താരിഖ് അവിടെ കിടന്ന് മരിച്ചു. അബൂ അയ്യൂബ് അൽ അൻസാരി തുർക്കിയിൽ കിടന്ന് മരിച്ചു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ചൈനയിൽ കിടന്ന് മരിച്ചു. റളിയല്ലാഹു ഉറക്കെ പറ. തമീം അൽ അൻസാരി ഇന്ത്യയിൽ കിടന്ന് മരിച്ചു. ഒക്കെ ആ മണ്ണ് കിടന്ന് മരിച്ചവരാ, കൊണ്ടിട്ടില്ല. ഇംഗ്ലീഷുകാര് അഥവാ മൂക്ക് മുറിഞ്ഞ് വീണ് പോയപ്പോ ഉണ്ട്. എന്റെ നിലമ്പൂര് ഒരു സാഹിബിന്റെ ഖബറുണ്ട്. അതിന് കാരണം അയാളാണ് പിന്നെ ഈ മണ്ണിന്റെ പൊരിമ മനസ്സിലാക്കിയിട്ട് പുതിയ തേക്ക് പ്ലാന്റേഷൻ നടത്തിയ ആള് ഈ സായിപ്പാണ്. ഈ സായിപ്പ് കരുളായിക്കപ്പുറം നെടുങ്കയം ഫോറസ്റ്റില് പിന്നെ അയാൾ വലിയ നീന്തലുകാരനായിരുന്നു. നീന്തുന്നതിനിടയിൽ പെട്ടെന്ന് മരിച്ചുപോയി. അതുകൊണ്ട് സായിപ്പിന്റെ ഖബർ അവിടെ കിട്ടിയിട്ടുണ്ട്. മാതാമന്റെ ഖബറില്ല. മാതാമായ ശേഷം പോയി. അവര് മാതാമോ അങ്ങനെ ആയി പോയിരുന്നു. അതവരെ രീതിയാണ്. അവരങ്ങനെയാണ്. അവരിവിടെ നിന്നവരല്ല. അങ്ങനെ ആ സായിപ്പ് നിലമ്പൂർ പുതിയ തേക്ക് പ്ലാന്റേഷൻ ചെയ്ത ആ സായിപ്പ് നീന്തുന്നതിനിടയിൽ നെടുങ്കയം കൊളക്കടവിൽ വെച്ച് മരിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് നിലമ്പൂർക്കാർക്ക് ഒരു തൗഫീക്ക് കിട്ടിയിട്ടുണ്ട്. അയാളെ ഖബർ ഇടക്കിടക്ക് കാണാനുള്ള തൗഫീക്ക് ഉണ്ട് ഞങ്ങൾക്ക്. മറ്റേ ഏത് സായിപ്പിന്റെ അത്രയൊക്കെ സായിപ്പന്മാരുണ്ടായിട്ട് ഒരു സായിപ്പിന്റെ ഖബറുടെ പറഞ്ഞാൽ നിങ്ങൾ പറയും നേരെ മറിച്ചോ കുറഞ്ഞ 10-12 ആളോ അവരെ തുടർന്ന് വന്ന 8-10-15 ആളോ ഇവിടെ വന്നിട്ടുള്ളൂ. അവരുടെ ഒക്കെ ഖബർ കേരളത്തിലുണ്ട്. കാരണം അവർ കക്കമണ്ണവരായിരുന്നില്ല. അതാണ് കാരണം. ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കും. അപ്പോൾ ഇത് അധിനിവേശമല്ല, ഇത് ലയനാണ്. അധിനിവേശം അതാണ്. ഇംഗ്ലീഷ് അധിനിവേശമാണ് അധിനിവേശം. മുഹമ്മദീയ അധിനിവേശമല്ല, മുഹമ്മദീയ ലയനാണ്. അതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? ലയനത്തിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? ഒരു പാർട്ടി നമ്മളെ പാർട്ടിയിൽ ലയിക്കാൻ നമ്മൾ സന്തോഷിക്കല്ലേ വേണ്ടത്?
അറബ് സമൂഹത്തിന്റെ ലയനമാണ് അധിനിവേശം ഇംഗ്ലീഷുകാരുടേതാണ്. മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഇംഗ്ലീഷുകാർ അധിനിവേശം നടത്തി തിരിച്ചുപോയി, അങ്ങനെ വന്നു തിരിച്ചുപോയി, അത്രയേ ഉള്ളൂ. മറ്റൊരോ ലയനാണ്. മൗണ്ട് ബാറ്റന്റെ പോലും ഖബർ ഇന്ത്യയിലില്ലല്ലോ. മൗണ്ട് ബാറ്റന്റെ ഖബർ പോലും ഇന്ത്യയിലില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി. നമുക്കൊരു കുറച്ച് ഉപകാരിയായ സായിപ്പായിരുന്നു മൗണ്ട് ബാറ്റൻ. മൗണ്ട് ബാറ്റന്റെ ഖബർ പോലും കേരളത്തിൽ ഇന്ത്യ കിട്ടിയില്ല. എന്നിട്ട് പറയായിരുന്നു അതിന് വില നമ്മൾ കാണുന്നില്ല. ഈ മണ്ണിൽ ലയിച്ചവരെ നമ്മൾ സാംസ്കാരിക അധിനിവേശം എന്ന് പറയുന്നു. ഈ മണ്ണിന്ന് കട്ടുകൊണ്ടുപോയവരെ ആകട്ടെ നമ്മൾ തിരിച്ചറിയുന്നുമില്ല. അതും ഒരു വിശ്വാസമാണ്. അതുമല്ലാതെ ഉണ്ടാകുമെന്ന് പുണ്യനബി പറഞ്ഞിട്ടുണ്ട്. അറബ് നാഗരികത തകർന്നു പോകും. അറബികൾക്ക് എന്തുകൊണ്ട് അവര് വരെ പിന്നാലെ പോവും. അത് തന്നെ പിന്നാലെ ആക്കാൻ വേണ്ടി ഇബ്നു ആമിറിനെ പിന്നാലെ ആക്കാൻ വേണ്ടി ഒരു സെക്കൻഡ് നോക്കിയിട്ടുണ്ട് ആര്? റുസ്തും. പക്ഷെ അവിടെ വീണില്ല. പക്ഷെ പിന്നീട് പലരും നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ വീണുപോയി. അതാണ് പ്രശ്നം. പണത്തിന്റെ പിന്നാലെ വീണുപോയി. പണം അവർക്ക് ലക്ഷ്യമായിരുന്നില്ല ആദ്യകാലത്ത്. റുസ്തും വീഴ്ത്താൻ നോക്കിയിട്ടുണ്ട് ഇബ്നു ആമിറിനെ റളിയല്ലാഹു അൻഹു. പക്ഷെ വീണില്ല. ലക്ഷ്യമടല്ല. നോക്കൂ നിങ്ങൾ, മധ്യ കേരളത്തിലുള്ള ഒരു നായർ, ഒരു ഹൈന്ദവ സമുന്നത തറവാട്ടിലെ പെൺകുട്ടിക്ക് അനവധി കാലങ്ങളായി ഉണ്ടായിരുന്ന രോഗം മാറ്റി മഅബറുൽ കബീർ റളിയല്ലാഹു മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു പൊന്നാനിയിൽ വന്നു. മഅബറിൽ നിന്ന് വഴി പൊന്നാനിയിൽ വന്നു ബഹുമാനപ്പെട്ട മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു. അതിന് വേണ്ടതൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞു, എന്തും കൊടുക്കാമെന്ന് പറഞ്ഞു. രോഗം മാറ്റി, നിസ്സാരമായി രോഗം മാറ്റി ബഹുമാനപ്പെട്ട മഖ്ദൂമുൽ കബീർ. വേണ്ട, ഒന്നും വേണ്ട, ഒന്നും സ്വീകരിച്ചില്ല. നിർബന്ധിച്ചു. ഒന്നുമില്ല, ഞങ്ങളെ മര്യാദക്കെതിരാണ്, ഒന്നും തരാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു, എനിക്ക് പൊന്നാനി കടൽ തീരത്തൊരു പള്ളി ഉണ്ടാക്കണം, ആ പള്ളിക്കുള്ള മരം തന്നോളൂ. ആ കണ്ണ തേക്ക് പള്ളിക്ക് കൊടുത്താൽ മതി, ഒന്നും വേണ്ട, അതുകൊണ്ടാണ് പറഞ്ഞു. പക്ഷെ അപ്പൊ നമ്പൂരി നായരൊന്ന് പരീക്ഷിച്ചു. തേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ, പക്ഷെ ഒരു രാത്രി കൊണ്ടുപോകണം. നേരം വെളുക്കുന്നതിന് മുമ്പ് അവസാനത്തെ പീസും തീർന്നിരിക്കണം. തേക്ക് കൊണ്ടുപോയതിനു ശേഷം തേക്കിന്റെ ഒരടയാളം പോലും എന്റെ മുറ്റത്ത് ശേഷിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. കഴിവൊന്നും കൂടി പരീക്ഷിക്കാൻ. അപ്പോൾ പറഞ്ഞു, തേക്ക് കൊണ്ടുപോവാം, ഒരു രാത്രി കൊണ്ടും കൊണ്ടുപോകാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. അടയാളം രാവിലെ ശേഷിക്കുകയും ഇല്ല, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, രാത്രി വാതിൽ തുറക്കരുത് എന്ന് പറഞ്ഞു. ആ രാത്രി കൊണ്ടുപോയി മഖ്ദൂമുൽ കബീർ. ഒറ്റ രാത്രി മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു കൊണ്ടുപോയി. പിറ്റേന്ന് മുറ്റത്ത് നായർ കുടുംബം ഇറങ്ങി നോക്കുമ്പോൾ അവിടെ അങ്ങനെ തേക്കുള്ളത് പോലെ അടയാളം പോലും ഉണ്ടായിരുന്നില്ല. അതാണ് പൊന്നാനി വലിയ ജുമാഅത്തുൽ തേക്ക്. ഒറ്റ തേക്കൊണ്ടാണ് പള്ളി ഉണ്ടാക്കിയത്. അതൊക്കെ മനുഷ്യന്മാരാ. അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ കലാശില്പമായ കലാചാതുര്യമുള്ള ഏറ്റവും മനോഹരമായ പള്ളി കേരളീയർക്ക് ഉണ്ടാക്കി കൊടുത്തു. കട്ടുണ്ടായതല്ല. എന്നിട്ട് ഈ മണ്ണ് കടന്ന് മരിച്ചു മഖ്ദൂമുൽ കബീർ. മഖ്ദൂമിന്റെ മകൻ ഇവിടെ നിന്ന് വീണ്ടും സഞ്ചി നിറക്കാൻ വേണ്ടി പോയി. അവിടെ പോയി പഠിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്തു. ഇവിടെ മരിച്ചിടക്കുന്നുണ്ട് കോഴിക്കോട് ജില്ലയിൽ മഖ്ദൂമുൽ സാനി റളിയല്ലാഹു അൻഹു. ആ മനുഷ്യൻ മലയാളത്തിന്റെ മഹത്വം വാനോളം ഉയർത്തി. മഖ്ദൂമുൽ സാനി എല്ലാവരും കട്ടുകൊണ്ടുപോയ ഒരാളും ആ കൂട്ടത്തിലില്ല. അറബ് നാട്ടിൽ പോയി കേരളത്തിന്റെ അഭിമാനം ഉയർത്തിയില്ലേ ഒരു മനുഷ്യൻ. അതിന്റെ അപ്പുറത്തുള്ള ഉമറുൽ ഖാലിൽ വിളങ്കൂട്ടി പൊലിമ പറഞ്ഞു പോയി. അവിടെ പോയി റൗള ഷരീഫിൽ മലയാളിയുടെ നാമവും എഴുതിച്ചിട്ട് മടങ്ങി വന്ന് ഇവിടെ കിടന്ന് മരിച്ചു ബഹുമാനപ്പെട്ട ഉമറുൽ ഖാലിൽ വിളങ്കൂട്ടി. എല്ലാവരും അങ്ങനെയാണ്. ഇവിടെ അധിനിവേശം എന്ന ഒരു കാര്യം ഉണ്ടായി തന്നെയല്ല. ഇവിടെ ലയനാണ് ഉണ്ടായത്. ഇവിടെ ഇസ്ലാമിക അധിനിവേശം എന്നത് ആനന്ദിന് സംഭവിച്ചു പോയ അബദ്ധമാണ്. ആനന്ദ് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. വിരുന്നുകാരൻ ഇവിടെ പറയാൻ പാടില്ല. ഇവിടെ ലയനാണ് ഉണ്ടായിട്ടുള്ളത്. വേട്ടക്കാരനും വിരുന്നുകാരനും